നമസ്കാരം. കാത്തിരുന്ന കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി എന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു ഇന്നലത്തെ അവസ്ഥ. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ആദ്യത്തെ കബളിപ്പിക്കൽ 23-ാം തീയതിയായിരുന്നു. ആന വരുന്നു, അമ്പാരി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി വൻ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞ് തലസ്ഥാനവാസികളെ കബളിപ്പിച്ചവർ ബജറ്റിലും അത് ആവർത്തിച്ചു. ഇവിടെ പ്രേക്ഷകർ നിരവധി പേർ അവരുടെ ഫ്രസ്ട്രേഷൻ, എന്നാണ് എനിക്ക് തോന്നുന്നത്, അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം കൂടി സെയിലിംഗ് കമന്ററിക്ക് അയച്ചു തരും. ഒന്നും നടന്നിട്ടില്ല. ബജറ്റിൽ കാൽകാശിന്റെ പ്രയോജനം തലസ്ഥാന ജില്ലയ്ക്കില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ പലരും, പൈലറ്റ് അല്ലാത്ത അക്ഷയ് ഒരു നീണ്ട ലിസ്റ്റ് അയച്ചു തന്നു. കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, അതിനകത്ത് എന്തെങ്കിലും എനി സ്പെസിഫിക് പ്രൊജക്ട് ഫോർ കേരള? അപ്പൊ അദ്ദേഹം നത്തിങ്, ഒന്നുമില്ല, ശൂന്യം. എന്തായിരുന്നു ഇവിടുത്തെ കൊട്ടിഘോഷിക്കൽ? പാലും തേനും ഒഴുക്കും എന്നൊക്കെയായിരുന്നല്ലോ. ട്രാവൻകൂർ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു പേജാണ് ട്രാവൻകൂർ എക്സ്പ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചതുകൊണ്ട് മാത്രം ഇവിടെ തേനും പാലും ഒഴുക്കുമെന്നായിരുന്നു പ്രചരണം. കേന്ദ്ര ബജറ്റിൽ തിരുവനന്തപുരം എന്ന പേര് പോലും ബജറ്റിലില്ല. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായ വിഴിഞ്ഞത്തിന് പോലും 10 പൈസയില്ല. അങ്ങനെ പറയരുത് ട്രാവൻകൂർ എക്സ്പ്രസ് സുഹൃത്തെ. ഒന്നാം തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഉൾപ്പെടെ കടലാമ പരിപാലന പദ്ധതി. ഇനി ഇതിൽ കൂടുതൽ വല്ലതും വേണോ? കേന്ദ്രം അവഗണിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളം ഉൾപ്പെടെ കടലാമ പരിപാലന പദ്ധതി. അപ്പൊ നമുക്ക് കുറെ കടലാമയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടെയ്നർ എല്ലാം കൂടി അതിന്റെ പുറത്ത്, നല്ല കട്ടിയുള്ള തോടാണല്ലോ, 28 ടണ്ണാണ് സാധാരണ കണ്ടെയ്നറിന്റെ വെയിറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 10 ആമയൊക്കെ ഒരുമിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചു കൊടുത്താൽ അവരെവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ ഒരു പദ്ധതി എന്തായാലും കേന്ദ്രം കേരളത്തിനെന്നല്ല, തിരുവനന്തപുരത്തിന്, കാരണം ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്ന പോർട്ടാണല്ലോ, അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് കേന്ദ്രത്തിന്റെ ബജറ്റ്. ഇവിടെ നമ്മൾ 99% ആരോപണവും കേന്ദ്ര സർക്കാരിനെതിരെ തൊടുത്തുവിടാം. പക്ഷെ 1% നമ്മുടെ MP-മാർ എന്ത് ചെയ്യുകയായിരുന്നു? തലസ്ഥാനത്തെ 2 MP-മാർ എന്ത് ചെയ്യുകയായിരുന്നു? കാരണം ഇത് രേഖാമൂലം എഴുതി കൊടുക്കണം. ആവശ്യങ്ങൾ നമ്മൾ പോസ്റ്റ് കാർഡിലൂടെ എഴുതിയാൽ പോസ്റ്റ് കാർഡ് എവിടെ പോകുന്നു നമുക്കറിയാം. പക്ഷെ MP-മാർ വേറെ പല കാര്യത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കുന്നതാണ്. ഇവിടെ തലസ്ഥാനത്ത് ക്രിക്കറ്റ് വരുമ്പോൾ ഓടിയെത്തും തലസ്ഥാനത്തെ MP. പക്ഷെ ഇതുപോലുള്ള ജനങ്ങളുടെ കാതലായ വിഷയങ്ങളിൽ കമാന്നൊരക്ഷരം പറയാൻ അദ്ദേഹത്തിന് കഴിവില്ല. അദ്ദേഹം ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് പോലും അദ്ദേഹത്തിന് തിട്ടമില്ല. അങ്ങനെയുള്ള ഒരു MP നിർഭാഗ്യവശാൽ തലസ്ഥാനത്തിന് കെട്ടിയിറക്കി തന്ന ആരായാലും അതിന്റെ പാപം ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഇവരെന്ത് ചെയ്തു എന്നുകൂടി ഈ സമയത്ത് അന്വേഷിക്കേണ്ടത്. ഈ 2 MP-മാർ തലസ്ഥാനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുകൂടി നമ്മൾ കേന്ദ്ര സർക്കാരിനെ 99% ആക്രമിക്കുമ്പോഴും 1% അമ്പുകൾ ഇവരുടെ നെഞ്ചത്ത് തറയ്ക്കണം. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുമല്ലോ. അപ്പോഴും വിസ്താരമാ ചിരിയുമായി നമ്മുടെ മുമ്പിലൊക്കെ വരുമ്പോൾ തീർച്ചയായും ഇതിന് നമ്മൾ പ്രതികാരം തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റിയ ചില കണക്കുകൾ, വെപ്പൺസ് നൽകാം. മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ പോർട്ടിന്റെ പെർഫോമൻസ് ആണ് പറയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം പറയേണ്ടത് ഈ സാമ്പത്തിക വർഷം കൈകാര്യം ചെയ്യാൻ പോകുന്ന 10 ലക്ഷമാണല്ലോ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത്. അത് ഏകദേശം 12-13 ലക്ഷത്തിലോട്ട് അടുക്കും എന്നുറപ്പായി. ഇപ്പൊ തന്നെ അത് 10,69,541 എന്ന കൃത്യമായ കണക്കിലെത്തുന്നു. അപ്പൊ നമ്മുടെ 1 മില്യൺ എന്നുള്ള ആ കടമ്പ കടന്നു, 10 ലക്ഷം കടന്നു. ഇത് 62 കപ്പലുകളിലൂടെയാണ്. 62 കപ്പലുകൾ ജനുവരി മാസത്തിൽ വന്ന് ഡിസ്ചാർജ് ചെയ്ത് അൺബർത്ത് ചെയ്ത് പോയി. അപ്പോഴും 2 കപ്പലുകൾ കൂടി ബർത്തിലുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ജനുവരിയിൽ 64 കപ്പലെന്ന് പറയാം. എന്നാലും നമ്മൾ 62-ൽ സംതൃപ്തരാണ്. ഈ നാളിതുവരെയുള്ള ചരിത്രത്തിൽ
2024 ജൂലൈ മുതലുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്ന മാസമാണ് 2026 ജനുവരി. ഇപ്പൊ ശരാശരി 62 എന്ന് പറയുമ്പോൾ കൃത്യം 31 ദിവസത്തിൽ ഒരു ദിവസം 2 കപ്പലുകൾ എന്നുള്ള കണക്കിൽ നമ്മുടെ തുറമുഖം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദമായ ചില കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. ടേൺ അറൌണ്ട് ടൈം, കപ്പലുകൾ വന്ന് ബർത്ത് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് അൺബർത്ത് ചെയ്ത് തിരിച്ചു പോകുന്ന ടേൺ അറൌണ്ട് ടൈം 22.29 മണിക്കൂറാണ്. കഴിഞ്ഞ മാസത്തിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. കഴിഞ്ഞ മാസം 24.05 മണിക്കൂറായിരുന്നെങ്കിൽ ജനുവരിയിൽ 22.2. അപ്പോൾ കുറഞ്ഞു. കപ്പലുകളെ പെട്ടെന്ന് നമുക്ക് അൺബർത്ത് ചെയ്ത് വിടാൻ പറ്റി. പോർട്ട് യൂട്ടിലൈസേഷൻ, മൊത്തത്തിൽ പോർട്ട് ഉപയോഗപ്പെടുത്തിയ മണിക്കൂറുകൾ 93.25%. ഇത് സാങ്കേതികമായി 100% എന്ന് പറയാം. 93.25% നമ്മൾ പോർട്ട് ഉപയോഗപ്പെടുത്തി. പോർട്ട് ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ബർത്ത്, ക്രെയിനുകൾ, കപ്പലുകൾ വരുന്ന സമയം, എത്ര സമയം കപ്പലുകൾ പോർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു, എപ്പോൾ തിരിച്ചു പോകുന്നു, ഈ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ടാണ് പോർട്ട് യൂട്ടിലൈസേഷൻ 93.25%. അതിന്റെ ലാൻഡ് സൈഡിൽ നടക്കുന്ന ആക്ടിവിറ്റിയുടെ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അത് കഴിഞ്ഞ മാസം 92.12% വരുന്നത്. അപ്പോൾ നേരിയ വർധനവ് ആ രംഗത്തും ജനുവരിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളുടെ എണ്ണം 1,23,092. കഴിഞ്ഞ മാസം 1,21,234. അവിടെയും നേരിയ വളർച്ചയാണ് ജനുവരി മാസം നൽകുന്നത്. കാരണം കപ്പലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് 62. ഇവിടെ അതിഗംഭീരമായ വളർച്ച എന്ന് തന്നെ നമ്മൾ പറയണം. 2 തുറമുഖങ്ങളിലും ബർത്ത് ചെയ്യപ്പെട്ട കപ്പലുകളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് ഇവിടെ 64 കപ്പലുകൾ ബർത്ത് ചെയ്യപ്പെട്ട സ്ഥാനത്ത് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിൽ 35 കപ്പലുകളാണ്. അപ്പൊ ഏകദേശം 29 കപ്പലുകൾ നമുക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഒരു 100%. ആ ഒരു അന്തർദേശീയ തുറമുഖവുമായിട്ട് ഒരു ടെർമിനലുമായിട്ടുള്ള കമ്പാരിസണിൽ TRV 100%, ഏകദേശം 100% മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത്തരം കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി മുതൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ, നമ്മുടെ കേരളത്തിന്റെ വിഹിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവര് കേന്ദ്രം പരിഗണിക്കാത്തതിന് ചില വിഷയങ്ങൾ കൂടി ഉണ്ടാകും. കേരള അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 1.1% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ണിലൊരു കടുക് പോലെയാണ്. കേരളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുകാണ്. 1.18% of the land area, geographical area, and roughly 2.76% of India's population. നെഗ്ലിജിബിൾ ആണ്. അവർക്ക് ഇതില്ലെങ്കിലും, ഇവിടുത്തെ 14-20 MP അവർക്ക് ഭരണം കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്നുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസമാണ് കേരളത്തെ അവഗണിക്കുന്നത്. ആ അവഗണന തുടർന്നു കൊണ്ടുപോകാൻ ജനങ്ങൾ അനുവദിക്കരുത്. അവിടെയാണ് നമ്മുടെ പോസ്റ്റ് കാർഡ് പ്രയോഗം. അടുത്ത ഒരു വർഷം നമ്മൾ അടുത്ത ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം നമ്മൾ സൃഷ്ടിച്ചിരിക്കും എന്നുള്ള പ്രതിജ്ഞയോടെ നമ്മൾ ആ ക്യാമ്പയിൻ നടത്തണം. ആ പോസ്റ്റ് കാർഡ് ക്യാമ്പയിന് എനിക്ക് ആകെ ഒരു മറുപടി കിട്ടിയത് രാജേന്ദ്ര ബാബു എന്ന് പറയുന്ന സുഹൃത്തിൽ നിന്ന് മാത്രമാണ്. അദ്ദേഹം നാളെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാർഡുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അതോടൊപ്പം ശ്രീ ഇ ശ്രീധരൻ പോസ്റ്റ് കാർഡ് ഉപയോഗിച്ച് കൊങ്കൺ റെയിൽവേക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം അറിയിച്ചു. അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത ബഡ്ജറ്റ് ലക്ഷ്യമാക്കിയുള്ള പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ നമുക്കിപ്പോൾ തന്നെ ശക്തമായി ആരംഭിക്കാം, തുടരാം. പതിവ് പോലെ മാസാദ്യം പറയാറുള്ളത് ട്രാക്കത്തോണ്ട സമ്മാനമാണ്, ജേതാവാണ്. ഇത്തവണത്തെ ജേതാവ് 134 ദിവസം എടുത്തൊരു കണ്ടെയ്നർ പ്യൂർട്ടോ കോർട്ടെ, ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് നിന്ന് 134 ദിവസം കൊണ്ട് ഏകദേശം 6 പോർട്ട്, 5 കപ്പലുകൾ. പ്യൂർട്ടോ കോർട്ടെ, കാർട്ടജീന, കൊസേഡ, സിംഗപ്പൂർ, തൂത്തുക്കുടി, പിന്നെ ബാംഗ്ലൂർ. 134 ദിവസം. ഈ കഥ പറയാൻ സഹായിച്ച ശ്രീ വിപിൻ, ബാംഗ്ലൂരിലെ വിപിനാണ് ജനുവരി മാസത്തിലെ ട്രാക്കത്തോണിലെ ജേതാവ്. ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനം അദ്ദേഹത്തിന് ശ്രീ മോഹൻകുമാറിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ശ്രീ മനു 100% വളർച്ച നേടിയ, ഫിനാൻഷ്യൽ ഇയറിൽ 100% വളർച്ച എന്നുള്ള കൃത്യം ഉത്തരം നൽകിയ ശ്രീ മനുവും
മോഹൻകുമാറിൽ നിന്ന് ആ സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. ആ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ സ്റ്റീഫനാണ്. സ്റ്റീഫന്റെ ഒരു പ്രത്യേകത, നമ്മുടെ സൂട്ട്, പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൂട്ട്, ഒന്നാന്തര സൂട്ട് നിർമ്മിക്കുന്ന ആളാണ് സ്റ്റീഫൻ. അപ്പോൾ നമ്മുടെ ഒരു വെൽവിഷർ എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അത്തരം സൂട്ട് ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്നതിന്റെ ഓഡിയോ പലരുടെയും വാങ്ങിച്ചുപയോഗിച്ചവരുടെയൊക്കെ അഭിപ്രായം എനിക്ക് അദ്ദേഹം കേൾപ്പിച്ചു തന്നു. അദ്ദേഹം ഒരിക്കലും എന്നോട് ആവശ്യപ്പെട്ടില്ല ഇത്തരം അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം സമ്മാനം സ്പോൺസർ ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളെയും, കേരളത്തിലെ, തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ വ്യവസായങ്ങളെയും വളർത്തുക, വ്യവസായികളെ വളർത്തുക എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ നയം. അതുകൊണ്ട് തന്നെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്റ്റീഫന്റെ ഈ സ്ഥാപനത്തെ നമ്മളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. ഒന്നാന്തര സൂട്ടാണ് അദ്ദേഹം നിർമ്മിച്ചു നൽകുന്നത്.